പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. May the holy name of the Lord be glorified and may the Lord bless each one of you richly. ഒരു ക്ലാസ്സിൽ കൂടി പങ്കെടുക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് നൽകിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. I want to thank the Lord for one more class the Lord has given us all to be a part of it and be taking part in it. എൻ്റെ സ്നേഹിതനും സഹപാഠിയുമായിരിക്കുന്ന പാസ്റ്റർ ജോൺസൺ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സെൻട്രൽ മിനിസ്റ്റർ ആയിരിക്കുന്ന അദ്ദേഹം പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ക്ലാസ് ആരംഭിക്കുവാനിടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. My dear friend and the minister of God in IPC, Pastor Johnson, I am thankful that he could pray and start this meeting. വളരെ തിരക്കിനിടയിൽ ഡോക്ടർ ജസ്റ്റിൻ തുടങ്ങിയ ദൈവത്തിന്റെ അഭിഷിക്തന്മാർ ഈ ശുശ്രൂഷ ചെയ്യുന്നതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. I want to thank the Lord even among the midst of busy schedules that the servants of God are doing this ministry. മെഡിക്കൽ ഡോക്ടർമാർ മനുഷ്യന്റെ ശരീരത്തിന് വേണ്ടിയും മനസ്സിനു വേണ്ടിയും രാപ്പകൽ അധ്വാനിക്കുന്നു. Medical doctors are working day and night for the workings of the human body. എന്നാൽ ഇവിടെ കുറെ ഡോക്ടർമാർ അത് മാത്രമല്ല മനുഷ്യന്റെ ആത്മാവിന് വേണ്ടിയും കൂടി പ്രവർത്തിക്കുന്നു. But here not only for the soul and but for the spirit also they are working. മനുഷ്യ ശരീരത്തിന് വേണ്ടിയും മനസ്സിനു വേണ്ടിയും ആത്മാവിന് വേണ്ടിയും പ്രവർത്തിക്കുമ്പോഴാണ് പൂർണ്ണമായ മനുഷ്യ സേവനമാകുന്നത്. When we truly work for the spirit, soul and body serve, in that is the whole service completed. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. May the Lord bless each one of you richly. ദൈവവചനം സംസാരിക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കിടുകയാണല്ലോ. I have been sharing to you from my life experiences before I teach to you from the word of God. ചില വ്യക്തികളും സ്ഥലങ്ങളും ഇന്ന് ഒരുപക്ഷെ പല ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമുള്ള കാര്യമല്ലെങ്കിലും ഞാൻ അത് മെൻഷൻ ചെയ്യുന്നതിന് പ്രത്യേകമായ ഒരു കാരണമുണ്ട്. Few people and few places when I mention, though it may not be related to most of you, but there are certain reasons that I mention to you. ഒന്നാമതായിട്ട് ഇതൊക്കെ ഒന്ന് ശരിയാണോ എന്ന് അറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഒരു അവസരം ഉണ്ടാക്കുക. One is to make an opportunity to make it proven that people know that it is right. മറ്റൊന്ന് ആ പ്രദേശങ്ങളിലുള്ളവർ അതുമായി ബന്ധപ്പെട്ടവരൊക്കെ ഇന്ന് ജീവിക്കുന്നുണ്ട്, അവർക്ക് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. Another, for those people who are staying in those type of places, even when they hear it, they have a joy that fills their hearts. കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിൽ നിന്ന് പാസ്റ്റർ MS ഷാമുവേലിന്റെ ഒരു ഫോൺ കോള് എനിക്ക് ലഭിച്ചു. In the last days, I got a call from New York from Pastor MS Samuel. അദ്ദേഹം കഴിഞ്ഞ 40 വർഷങ്ങളായിട്ട് കുമ്പനാട് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ജനറൽ കൺവെൻഷനിൽ പ്രസംഗിക്കുന്ന ഒരു ദൈവത്തിന്റെ അഭിഷിക്തനാണ്. For the last 40 years he has been preaching in the convention that is held by the IPC in Kumbanad for the last 40 years. അപ്പോൾ അദ്ദേഹം വിളിക്കാൻ കാരണം എൻ്റെ ഒരു പുസ്തകം അദ്ദേഹം വായിക്കുകയാണ് ന്യൂയോർക്കിൽ വെച്ച്. The reason that he called, that he was going through, he's reading one of my books. അതിൽ കുഴിക്കാലയെ കുറിച്ച് ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. There I had mentioned about this place called Kurikala. കുഴിക്കാല ഒരു കൊച്ചു ഗ്രാമമാണ്, എല്ലാവർക്കും അത് അറിയത്തില്ല. That Kurikala is a small village and many people don't know about it. പക്ഷെ പാസ്റ്റർ MS ശാമുവേൽ കുഴിക്കാലക്കാരനായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അത് ഭയങ്കരമായി ടച്ച് ചെയ്ത് എന്നെ വിളിക്കുകയുണ്ടായി. But because Pastor MS Samuel also was belonging to that place, he was very touched by that incident and he happened to call me. ഇതുകൊണ്ടാണ് എൻ്റെ സാക്ഷ്യങ്ങളിൽ ചില സ്ഥലങ്ങൾ, ചില വ്യക്തികൾ, ചില ബാസിന്റെ പേരുകൾ ഇതെല്ലാം ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നതിന്റെ ഉദ്ദേശം അതാണ്. That is the reason behind which I mention certain names, certain places, certain bus names, so that it is helpful for some people who can relate to it. ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യത്തിലെ 7 വർഷത്തെ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ 6 വർഷം എൻ്റെ ബൈബിൾ സ്കൂൾ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ഞാനൊരു കുഴിക്കാലയിൽ ഒരു സഭാ ശുശ്രൂഷകനായി തിരുവല്ല ഞാൻ പഠിച്ച ബൈബിൾ സ്കൂളിലെ ഒരു അധ്യാപകനായി നിയമിക്കപ്പെടുവാൻ ദൈവം ഭാഗ്യം നൽകി. In my initial 7 years of my Christian life, how I finished 6 years of Bible study and I was pioneering a church in Kurikala, and how I was a teacher in Tiruvalla Bible College, I had mentioned to you. എനിക്ക് മുൻപ് തന്നെ നിലനിന്നിരുന്ന ഷാരോൺ ഫെലോഷിപ്പിലെ പഴയൊരു സഭയാണ് കുഴിക്കാല സഭ.
There was a church which was belonging to Sharon Fellowship before I had come there. വളരെ അനുഭവങ്ങൾ എനിക്ക് അവിടുത്തെ ഏകദേശം 5 വർഷത്തെ ശുശ്രൂഷ കാലയളവിൽ എൻ്റെ ഓർമ്മ പദങ്ങളിലുണ്ട്. The ministry of 5 years in that place, there are a lot of experiences that come to my mind. അനേകർ രക്ഷിക്കപ്പെട്ടത്, അനേകർ സ്നാനപ്പെട്ടത്, അനേകർ അഭിഷേകം പ്രാപിച്ചത്, ചിലരൊക്കെ കർത്താവിന്റെ വേലയ്ക്കായി വേർതിരിഞ്ഞത് എല്ലാം എൻ്റെ ഓർമ്മ പദങ്ങളിൽ നിൽക്കുകയാണ്. Many people who were saved, who were baptized, who received the anointing of the Holy Spirit, certain of them who came into the Lord's ministry, are all in my memory. ചില രോഗസൗഖ്യങ്ങൾ, some healings, ചിലർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾ എല്ലാം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. certain miracles that the Lord performed for people there. അവിടെയുള്ള ജനങ്ങളിൽ നിന്നുള്ള സ്നേഹവും ആദരവും സഭാവിശ്വാസികൾ ഞങ്ങളെ സഹായിച്ചതുമെല്ലാം എൻ്റെ ഓർമ്മ പദങ്ങളിൽ ഇപ്പോഴുമുണ്ട്. The people's love and the way that the believers there helped us, it's all very prominent in my memory. അവിടെ 1982 ദൈവം എനിക്ക് ഒരു മകനെ നൽകിയ സാക്ഷ്യമാണ് നിങ്ങളോട് പറയുവാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിക്കപ്പെടുന്നത്. In the year of 1982, how the Lord gave me a son is what I want to share with you this day. ദൈവം ഞങ്ങൾക്ക് ഒരു മകനെ കുഴിക്കാലയിൽ വെച്ച് നൽകി. അവനെ ഞങ്ങൾ പ്രവീൺ എന്ന് വിളിക്കുന്നു. സാംപോൾ എന്നാണ് അവന്റെ ഒഫീഷ്യൽ പേര്. The Lord gave us a son. We call him Praveen. His official name is Sam Paul. ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപായിട്ട് ഞങ്ങൾക്ക് പല ആശങ്കകൾ ഉണ്ടായിരുന്നു. Before the child was born, we had certain kinds of anxieties. മാതാപിതാക്കളായിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂട്ടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. From our parents, both our families, no one were there that time. മെഡിക്കൽ മേഖലകളിലും ഇക്കാര്യത്തെ കുറിച്ചുള്ള അറിവ് ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. In the medical field also, we didn't have much knowledge about it. അതുകൊണ്ട് ഈ ഡെലിവറിയെ സംബന്ധിച്ചിടത്തോളമുള്ള ആശങ്കകൾ സ്വാഭാവികമായും എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ ഞങ്ങൾക്കും ഉണ്ടായി. As usual, the anxieties relating to the delivery, as everyone has, we also went through it. ആ സന്ദർഭത്തിൽ ഞങ്ങളോട് ദൈവം സംസാരിക്കുകയാണ്. In that circumstances, the Lord spoke to us. കേരളത്തിൽ അറിയപ്പെട്ട ഒരു ദൈവദാസനാണ് പാസ്റ്റർ കോശി വൈദ്യൻ എന്ന പ്രഭാഷകൻ. There was a preacher who was very famous in Kerala. His name was Pastor Koshi Vaidyan. അദ്ദേഹം പുനലൂര് ബഥേൽ ബൈബിൾ കോളേജിലെ അധ്യാപകനായിരുന്നു. He was a teacher in Punalur Bethel College. അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലാണ്. He is now currently situated in America. അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരി എന്റെ ഭാര്യ പ്രഭയുടെ അടുക്കൽ വന്നു. His wife came to my wife nearby. ഡെലിവറിയെ കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ലെന്നും 2 മണിക്കൂർ മാത്രമേ ലേബർ റൂമിൽ ആയിരിക്കേണ്ടി വരികയുള്ളൂ എന്നുമുള്ളതായിരുന്നു ആ പ്രവചനം. She came and prophesied that she did not have to go through much of anxiety. She'll just have to spend 2 hours in the labor room. ഇത്ര ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവം തന്റെ മക്കളോട് സംസാരിക്കുക അത് എത്രയോ വലിയ കാര്യമാണ്. Even in the small things, how the Lord is ministering to his children, and what a wonder it is for each one of us. ഒരു പിതാവ് എത്ര വലിയ ഡോക്ടർ ആണെങ്കിലും, ഒരു സയന്റിസ്റ്റ് ആണെങ്കിലും, എത്ര വലിയ അധികാരിയാണെങ്കിലും മക്കളോട് ഇടപെടുമ്പോൾ വ്യത്യസ്തമായ രീതിയിലാണ് സംസാരിക്കുന്നത്. അവരുടെ നിലയിലേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിക്കുന്നു. Even though the father may be a great scientist or a great doctor, but when he speaks to his children, he will speak to them the way that they understand in their level. ദൈവം നമ്മുടെ പിതാവാണ്. ആ പിതാവ് തന്റെ മക്കളോട് അവരുടെ പ്രശ്നങ്ങൾ, അവർക്ക് ദൈവത്തിന് അത് ചെറിയ കാര്യമാണെങ്കിലും തന്റെ മക്കൾക്ക് അത് വലുതായതുകൊണ്ട് അവരുടെ നിലയിലേക്ക് ഇറങ്ങി വന്ന് സംസാരിക്കുന്ന ഒരു ദൈവം. God is our heavenly Father, and these things may be little for him, but how he takes care of his children, that in their realm, in their level, what they need is the time that he comes to talk with us. ആ കാലങ്ങളില് ഞങ്ങളുടെ താമസ സൗകര്യങ്ങൾ വളരെ അന്നത്തെ നിലയിൽ വലുതാണ്, എന്നാലും ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ചെറുതായിരുന്നു.
those days, the place where we stayed was those days may be a little bit better, but now it would be a discomfort. 40 അടി നീളവും 20 അടി വീതിയുമുള്ള ഒരു സഭാരാധന ഹാള്, അതിനോട് ചായ്ച്ചു കെട്ടിയിരിക്കുന്ന ഒരു ചായ്പ്, അതാണ് പാഴ്സണേജ്. It was 40 into 20 feet, the church hall. Along with it was this roof built for our parsonage. അതിലൊരു കിച്ചൺ ഉണ്ട്. There is a kitchen in that. അവിടെ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല. There was no fridge. മൈക്രോ ഓവൻ ഉണ്ടായിരുന്നില്ല. There was no microwave oven. അവിടെ ഗ്യാസ് അടുപ്പ് ഉണ്ടായിരുന്നില്ല. There was no gas stove. വിറകടുപ്പുണ്ടായിരുന്നു. There was the stove with the wood. ഓക്കെ, അങ്ങനെ ഒരു അടുപ്പ് അവിടെ ഉണ്ടായിരുന്നു. Like that type of stove was there. ഞങ്ങളുടെ വാഷ്റൂം, ടോയ്ലറ്റ് ഒരു പെർഗനന്റ് സ്റ്റേജിലുള്ള ഒരു സ്ത്രീക്ക് ഉപയോഗിക്കുവാൻ പറ്റിയതായിരുന്നില്ല. Washroom was not being able to use for those who were in the time of their pregnancy. ഞങ്ങൾക്ക് കിണറുണ്ടായിരുന്നു, പക്ഷെങ്കിൽ തൊട്ടിയിൽ വെള്ളം കോരണം. There was a well, but we had to take the water with the bucket. അന്നത്തെ കാലത്ത് ഒരു പാസ്റ്റർക്ക് ലഭിക്കാവുന്ന നല്ലൊരു താമസ സൗകര്യം തന്നെയായിരുന്നു എനിക്ക് ലഭിച്ചത്. In those days, for a pastor to get a place for staying it was a good place. പക്ഷേ അന്നത്തെ ആ സാഹചര്യം ഇന്നോർക്കുമ്പോൾ അത്ഭുതപ്പെടുകയാണ്. അത് പല രോഗത്തിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്താൻ സഹായിച്ചു. In the circumstances that we were there, when we remember about it, the Lord protected us from various kinds of diseases. ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ സാഹചര്യം ഞങ്ങളെ സഹായിച്ചു. This type of circumstances helped us to protect ourselves from lifestyle diseases. ഇതിനിടയ്ക്ക് ദൈവം എനിക്കൊരു ദർശനം നൽകി. എൻ്റെ കുഞ്ഞ് ആണാണോ പെണ്ണാണോ, നിങ്ങളെ മെഡിക്കൽ സയൻസിൽ മെഡിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർ ആ പരീക്ഷണം ഉണ്ടല്ലോ, പക്ഷെ ഇതൊന്നും അന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ കർത്താവ് എനിക്കൊരു ദർശനം നൽകി. The Lord gave me a vision. You may be having scientific test to see it is male or female. എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആൺകുഞ്ഞായിരിക്കുന്നുവെന്നും അത് ആ കുഞ്ഞിന്റെ നിറം, രൂപം എല്ലാം ദൈവം എന്നെ കാണിച്ചു. The child who was going to be born would be a male, and his color, his contour, the Lord showed. ഈ പ്രവചനവും ഈ ദർശനവും കൂടി വന്നപ്പോൾ ഞങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ആശങ്കകളും മാറിപ്പോയി. When this prophecy and this vision came to us, the certain anxieties that were in us all went away. അങ്ങനെ നെയ്യാറ്റിൻകരയിൽ നിന്ന് എൻ്റെ ഭാര്യ, മാതാവും പ്രിയപ്പെട്ടവരും പ്രഭയെ അവരുടെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകാനായിട്ട് കുഴിക്കാലയിൽ വന്നു. From Neyathinkara, the parents of my wife, they came to call her to their place. അവിടുന്ന് പൂർണ്ണ ഗർഭിണിയായ എൻ്റെ ഭാര്യ പോയത് നല്ല തിരക്കുള്ള ബസ്സിലായിരുന്നു. കുഴിക്കാലയിൽ നിന്ന് പന്തളത്തിലേക്കും, പന്തളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കും, തിരുവനന്തപുരത്ത് നിന്ന് നെയ്യാറ്റിൻകരയിലേക്കും, നെയ്യാറ്റിൻകരയിൽ നിന്ന് തത്തിയൂരിലേക്കും ബസ്സിലാണ് യാത്ര ചെയ്തത്. From all this mentioned place, from Kurikala to Pandalam to Trivandrum to Neyathinkara, it was a crowded bus that she had to go in a complete pregnant stage. അതും ഡെലിവറിക്ക് ഒരു സഹായമായി തീർന്നുവെന്ന് ഞാനിപ്പോൾ കരുതുന്നു. And now I consider that even that also was favorable for the delivery to happen. ഒരു സിസേറിയനിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ യാത്രയും ഒരുപക്ഷെ സഹായിച്ചിട്ടുണ്ടാവും. This journey also may have helped us to escape from the cesarean delivery. ചില ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് തോന്നുന്നത് ബുദ്ധിമുട്ടാണെങ്കിലും അതിൻ്റെയൊക്കെ നന്മകൾ വലുതാണ്. Certain difficulties also, when we go through it, it will be difficult, but the outcome of it is great in our life. ആ യാത്രയിൽ അമ്മയ്ക്കും കുഞ്ഞിനും ഒരു ദോഷവും വരാതെ കാത്ത ദൈവത്തിന് ഞാൻ സ്തോത്രം പറയുകയാണ്. In that journey, for the mother and child,
I thank the Lord for His protection, that there was no harm befalling them. അങ്ങനെ എൻ്റെ ഭാര്യയെ നെയ്യാറ്റിൻകര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്തു. Like that, in that Neyantingara government hospital, my wife was admitted for the delivery. ഞങ്ങൾക്ക് ആ ദിവസം അറിയാമായിരുന്നു, We knew that day, ടൈം അറിയാമായിരുന്നു. we knew that time. എൻ്റെ ഭാര്യ സഹോദരി പ്രസവിക്കേണ്ട എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കേണ്ട ആ ദിവസം ഞാൻ കുഴിക്കാലയിലാണ്. The day when my wife had the delivery, I was in Kurikara. എനിക്ക് നെയ്യാറ്റിൻകരയിലേക്ക് പറന്നു പോകണമെന്ന് ആഗ്രഹമുണ്ട്. I wanted to fly and go to Neyantingara. പക്ഷേ പോകാൻ കയ്യിൽ പൈസയില്ല. But there was no money in my hand to go there. ഞാനൊരു കൺവെൻഷൻ പ്രാസംഗികനും സഭാ പാസ്റ്ററും ബൈബിൾ സ്കൂൾ അധ്യാപകനുമായിരിക്കുമ്പോൾ ഒരു 100 രൂപ എടുക്കാനില്ല എന്ന് പറയുമ്പോൾ പണമൊന്നും കിട്ടാത്തതുകൊണ്ടല്ല. I was a preacher at the conventions, a church pastor and a Bible college teacher, and I didn't have to spare ₹100. It's not because I didn't have money, get money. എന്നിൽ പണമുണ്ടായിരുന്നു. I had the money. ഒരു സുവിശേഷ യോഗം നടക്കുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നിയപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം അവർക്കെടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ലാതായി. When the gospel meeting was happening, I understood that they went through difficulty. Whatever money I had given to them, and then I didn't have any money. സാമ്പത്തികമായ കാര്യങ്ങൾ സാധാരണ ആരോടും പറയരുതെന്നാണ് എൻ്റെ ആഗ്രഹം. My principle is that financially the struggles which I go through, I do not want to share it with others. അതിന്റെ കർത്താവിന് അപമാനം വരുത്തും എന്നുള്ള ഭയമാണ്, അല്ലാതെ എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നും തന്നെ ഇല്ല. The fear is that it may bring dishonor to my Lord. അന്ന് എനിക്ക് പകൽ ഞങ്ങളുടെ ചർച്ചിൽ ഒരു വീട്ടിൽ യോഗമുണ്ട്. That morning I had a meeting in one of the houses from our church. കുഴിക്കാല ചർച്ചിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇറക്കം ഇറങ്ങി ചക്കിട്ടമുക്കിലേക്ക് പോകുന്ന വഴിയില് ഒരു പാടത്തിന് ഇടയിലൂടെ നടന്ന് ചക്കാലയിൽ പൊന്നമ്മാമ്മ എന്ന ദേവദാസിയുടെ ഭവനത്തിലായിരുന്നു അന്ന് യോഗം. ഞാൻ അവിടെ പോയി. In Kurikara church, from there you have to go through a down slope area and the paddy field. We went to the house of Ponnamma where the meeting was. ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ ആ കണ്ടത്തിലൂടെ ആ നെൽപ്പാടത്തിന്റെ വരമ്പിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ when I was going through that paddy fields, എൻ്റെ മനസ്സിൽ വലിയ വേദനയുണ്ട്. there was a great sorrow in my mind. എൻ്റെ കുഞ്ഞിനെ കാണാനായിട്ട് നെയ്യാറ്റിൻകര വരെ പോകാൻ എൻ്റെ കയ്യിൽ പണമില്ലല്ലോ എന്നുള്ള ഭാരത്തിലാണ് ഞാൻ നടക്കുന്നത്. I was in that burden that I'm not able to go and see my child to go to Neyantingara. I don't have money to go there. അന്ന് ആ പ്രാർത്ഥന 1 മണി വരെ ഞാൻ നടത്തി. That day I connected the prayer till 1 p.m. അന്ന് രാത്രിയാണ് ദൈവം ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ നൽകാൻ പോകുന്നത്. That night is what the Lord had promised, that He would give us this time. അപ്പം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പൊന്നമ്മാമ്മ ഒരു ഫാർമസിസ്റ്റ് ആണ്. When the prayer was over, this Ponnamma was a pharmacist. അവരെന്നോട് പറഞ്ഞു, പാസ്റ്ററുടെ നിയമം അനുസരിച്ച് ഇത് ഞങ്ങൾ പാഴ്സനേജിൽ കൊണ്ടുതരേണ്ടതാണ്. സോറി ഉണ്ട്, എനിക്ക് ജോലിക്ക് പോകണം, അതുകൊണ്ട് ഈ ടൈത്ത് ദയവായിട്ട് ഇവിടെ വെച്ച് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് എനിക്കൊരു കവർ നൽകി. This pastor said, Pastor, we're sorry that I'm not able to come to church and give, but since I have to go for work, so you have to accept this tithe. He gave a cover into my hand. അതിൽ എനിക്ക് യാത്രയ്ക്കുള്ള പണമുണ്ടായിരുന്നു. In that there was money which was for my journey. പിന്നെ ഞാൻ ആ വീട്ടിൽ നിന്ന് നടന്നാണെങ്കിലും എൻ്റെ ചിന്തയിൽ ഞാൻ പറന്നാണ് പാഴ്സനേജിലേക്ക് വരുന്നത്. Even though I walked from that houses, in my mind I was like flying to come to the parsonage. എളുപ്പം അവിടെ നിന്ന് ഞാൻ ഡ്രസ്സും ഒക്കെ ചെയ്ത് ചെങ്ങന്നൂര് വന്നു. Quickly I got the dress and came to Chenganur. മഴ പെയ്യുകയാണ്. Then it was raining. നനഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ വരെ ഓടി. I was wet and came to the railway station. അവിടെ നിന്ന് തിരുവനന്തപുരത്ത് വന്നു. From there I came to Trivandrum. രാത്രി 9:10 ആയപ്പോൾ ഞാൻ നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ എത്തി. When it was 9:10 p.m. I reached the Neyantingara hospital. അപ്പോൾ ഒരു നേഴ്സ് പറഞ്ഞു ലേബർ റൂമിലാണ്. That time the nurse said my wife is in the labor. ഞാൻ ചോദിച്ചു, എപ്പോഴാണ് ലേബർ റൂമിൽ കയറ്റിയത്? So when did you take her into the labor room? I asked her. 10 മിനിറ്റ് ആയി കാണുമെന്ന് പറഞ്ഞു. They said it might have been 10 minutes. അപ്പോൾ എനിക്കറിയാം 11 മണിയാകുമ്പോൾ
ദൈവം ഞങ്ങൾക്ക് കുഞ്ഞിനെ നൽകും. So I knew that within 11 o'clock the Lord will give us the child. കൃത്യം 11 മണിയായപ്പോൾ ഒരു ആൺകുഞ്ഞിനെ ആ നേഴ്സ് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു. Exactly at 11 p.m. the one boy child, the nurse came and gave it to my hands. ആ മകനും ഇന്ന് വിവാഹിതനും അവനും ഒരു മകനെ ദൈവം കൊടുത്തിട്ടുണ്ട്. That son is married and the Lord has given him also a son. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. The Lord will hear your prayers and also will do wonders on your behalf. അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് കർത്താവ് തന്റെ വചനത്തിലൂടെ നമ്മളോട് പറയും. The Lord is speaking to us through His word that they that look to Him, that their faces will be radiant and their face will never be put to shame. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. May the Lord bless each one of you richly. നാം വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. We have been learning, studying from the book of Revelation. നാം 1, 2, 3 അധ്യായങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഈ 3-ാം അധ്യായം കംപ്ലീറ്റ് ചെയ്യുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. We have gone through the first 3 chapters. Today, God willing, we would complete this 3rd chapter. 1-ാം അധ്യായത്തിൽ യേശു കർത്താവിന്റെ അംഗപ്രത്യംഗ വർണ്ണനകളാണ്. In the first chapter, we see about the description of the appearance of the Lord Jesus. 2-ാം അധ്യായത്തിൽ കർത്താവിന്റെ സഭകളെ കുറിച്ചുള്ള ദൂതുകളാണ്. In the 2nd and 3rd chapters, it is the messages of the Lord to the churches. 3-ാം അധ്യായത്തിലും അതിന്റെ തുടർച്ചയാണ്. And in the 3rd chapter also, it's a continuation of what he had started. എഫെസോസ് തുടങ്ങി ലവോദിക്ക വരെയുള്ള 7 പട്ടണങ്ങളിൽ ഉണ്ടായിരുന്ന സഭകളോടുള്ള ദൂതുകളാണിത്. From Ephesus to Laodicea, 7 cities, the churches were situated and the messages were to them. ഈ സഭകളെല്ലാം യോഹന്നാന്റെ കാലത്ത് ഉണ്ടായിരുന്നതാണ്. These churches existed in the days of John. ഇത് ഇന്ന് ടർക്കിയിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങളാണ്. These churches are situated in this modern day Turkey. ഈ 7 സഭകളിലെ ദൂതുകൾ നമ്മളോടുള്ള ദൂതും കൂടി ആയതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഇത് എഴുതി വെച്ചിരിക്കുന്നത്. These messages to the 7 churches are also the messages to us, and that is why it is written in the Holy Bible. അവസാനത്തെ സഭ ലവോദിക്ക സഭയാണ്. ആ സഭയെക്കുറിച്ചുള്ള ദൂതുകളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. The last church is the church of Laodicea, and the messages regarding that as we have been meditating in the previous weeks. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന 3-ാം അധ്യായത്തിന്റെ 21 ഉം 22 വാക്യങ്ങളാണ്. Today the verses that we are going to look into is verse 21 and 22. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്ന പോലെ തന്നെ. Please read in English. To him who overcomes, I will grant to sit with me on my throne, as I also overcame and sat down with my Father on his throne. Verse 22. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. He who has an ear, let him hear what the Spirit says to the churches. ഇവിടെ നമ്മുടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാനുള്ള വരം നിങ്ങൾക്ക് നൽകാം. The Lord is saying, to him who overcomes, I will grant to sit with me on my throne. ഞാൻ എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ജയിച്ച് എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ നിങ്ങളും ജയിച്ചാൽ എന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ ഞാൻ നിങ്ങൾക്ക് അനുവാദം നൽകാം. As I also overcame and sat down with my Father on his throne, in the same way, if you overcome, I will also give you to sit along with me on the throne. ക്രിസ്ത്യ ജീവിതം വളരെ ആഴമാണ്, വളരെ ശ്രേഷ്ഠമാണ്. Christian life is a very deep and very precious life. മരണം കൊണ്ട് ക്രിസ്ത്യ ജീവിതം അവസാനിക്കുന്നില്ല. And this life does not end just along with death. അവന്റെ ഭാവിയെക്കുറിച്ച് വളരെ വ്യക്തമായി ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. About the future, very specifically, the Lord has spoken through in this word. കബഡി നിരത്തിയും ഗോളങ്ങളുടെ ഗതികൾ പഠിച്ചും ഒക്കെ നടത്തുന്ന അശാസ്ത്രീയവും അബദ്ധ ജടിലവുമായ പ്രവചനങ്ങളുടെ പിന്നാലെ പാവങ്ങൾ ഓടുമ്പോൾ യഥാർത്ഥ പ്രവചനം നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണുവാൻ കഴിയും. When the innocent people go behind horoscopes and people who read their palms and they are distracted and defeated, we have the true prophecies, the true revealing of God's plan for our future. ബൈബിളിൽ ഇങ്ങനെയുള്ള അശാസ്ത്രീയമായിട്ടുള്ള പ്രവചനങ്ങളില്ല. In Bible there is no illogical prophecies.
വാഗ്ദത്തങ്ങളുമില്ല. There is no commands like that. ജയിക്കുകയാണെങ്കിൽ നിനക്ക് ദൈവത്തോടുകൂടെ ഇരിപ്പാനുള്ള സിംഹാസനം നൽകാമെന്നാണ് യേശു പറയുന്നത്. Jesus is saying that if you overcome, he will give us a throne to sit along with him, is what he is saying. കാരണം മരണം ഒരു ക്രിസ്ത്യാനിയുടെ അന്ത്യമല്ല. Because the death is not an end for a Christian. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു കർത്താവ് ഇങ്ങനെ പറയുന്നു. In chapter John 14, what that Jesus says, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. Let not your heart be troubled. എന്നിൽ വിശ്വസിപ്പീൻ. You believe in me. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുവാൻ പോകുന്നു. I am going to prepare a house for you. ഞാൻ ഭവനം ഒരുക്കിയാൽ, if I go and prepare a house, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കും. I will come again and receive you to myself, that where I am, that you may be also. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കും. That where I am, you may be also. I will come again and make you join with me. യേശു ഇത് പറയുന്നത് താൻ ക്രൂശിക്കപ്പെടുന്നതിന് ചില മണിക്കൂറുകൾക്ക് മുൻപാണ്. Jesus was saying these words just few hours before his crucifixion. ഇതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് യേശു ഗെഥസമനയിലേക്ക് പോകുന്നതും അവിടുന്ന് ഗെഥസമനയിൽ നിന്ന് തുടർന്ന് പിലാത്തോസിന്റെയും ഒക്കെ അടുക്കൽ ചെന്ന് ഗോൽഗോത്തായിലേക്ക് പോകുന്നതും ഒക്കെ. After speaking this is what he is going to the words Gethsemane and towards the Pilate council and Golgotha. കർത്താവിന്റെ മരണത്തിന് മുൻപായിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ ഒരു ഭവനം ഒരുക്കാൻ പോകുകയാണ്. Before the death of the Lord Jesus, he said, I am going to prepare a house for you. നിങ്ങൾ ഒരുപക്ഷെ കാണുന്നത് അതിന്റെ വേറൊരർത്ഥത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, നിങ്ങൾ ഒരുപക്ഷെ കാണുന്നത് ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. If I tell you in another language for the disciples, if they were seeing that I will be arrested now, ഞാൻ ക്രൂശിൽ തറയ്ക്കപ്പെടുന്നതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. You're going to see that I am going to be beaten upon the cross. മാനുഷിക കാഴ്ചപ്പാടിൽ പരാജിതനായി മരിക്കുന്നവനായിട്ടാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. In the sight of the human beings, it was like a defeated person who was dying on the cross. പക്ഷെ അതല്ല സത്യം. But that is not the truth. ഞാൻ അവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കാൻ പോവുകയായിരിക്കും. But I will be going from there to prepare a house for you. ഞാൻ ഭവനം ഒരുക്കിയതിനു ശേഷം ഞാൻ മടങ്ങി വരും. After I prepare the house, I will come back. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കും. That where I am, you may be also. എന്തൊരു അനുഗ്രഹീതമായിട്ടുള്ള വാഗ്ദത്തമാണ്. What a blessed promise that each one of us have. 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കർത്താവ് പറഞ്ഞ കാര്യമാണത്. These are the words that 2000 years ago Jesus spoke. കർത്താവ് വരിക തന്നെ ചെയ്യും. The Lord will come definitely. ലോക സംഭവങ്ങളൊക്കെ അതാണ് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നത്. All the events around the world is proclaiming that. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്കും, ഭൂമിയെ ഇളക്കും, കടലിനെ ഇളക്കും, സകല ജാതികളെയും ഇളക്കും. മനോഹര വസ്തു വരികയും ചെയ്യുമെന്ന് ഹഗ്ഗായി പറഞ്ഞതുപോലെ സംഭവങ്ങൾ നടക്കുകയാണിപ്പോൾ. As Haggai spoke, I will shake the heavens, the earth, and all that is in it. Whatever prophecies that he had spoken, all those things are being fulfilled in these days. ഇന്നത്തെ മഹാവ്യാധികൾ, യേശു പറഞ്ഞു, മഹാരോഗങ്ങൾ, മഹാമാരികൾ ഉണ്ടാകും. Great pestilences, great plagues that Jesus had prophesied, which are happening even these days. ഭൂകമ്പങ്ങൾ ഉണ്ടാകും. There will be great earthquakes. കടലിന്റെ ഓളങ്ങൾ നിമിത്തം ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. Because of the turmoil in the seas, people will be going through great tribulations. ആകാശത്തിന് ശക്തികൾ ഇളകിപ്പോകും. The powers in the heavens will be snatched out. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. Nation against nation, kingdom against kingdom will come against each other. ഈ പ്രവചനങ്ങളെല്ലാം നമ്മുടെ കണ്ണിന് മുൻപിൽ ഇന്ന് നിറവേറുകയാണ്. All these prophecies are being fulfilled in front of our eyes. നമ്മുടെ കർത്താവ് വരാറായി. Our Lord is coming soon. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. The Lord will descend with the shout of the archangel. He would descend for us. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും. Those who have died in Christ will be raised up, and those who are alive will be caught up together with the Lord to meet him in the air. നാം കർത്താവിന്റെ അടുക്കിലേക്ക് പോകും.
we shall go to the Lord's side. കർത്താവിനോട് കൂടി ഇരിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകും. The Lord will give us a blessed opportunity to sit along with our Lord. ലോകത്തിന് മനസ്സിലാക്കുവാൻ കഴിയാത്ത ചില കാര്യങ്ങൾ യേശുവിന്റെ ക്രൂശ് മരണത്തിൽ സംഭവിക്കുന്നുണ്ട്. There are certain things which happened along with the crucifixion of our Lord Jesus. അത് ഒരർത്ഥത്തിലും പരാജയമായിരുന്നില്ല. That was not in any way a defeat. ക്രൂശിൽ കർത്താവ് സാത്താനെ പരാജയപ്പെടുത്തുകയായിരുന്നു. At the cross, Jesus was defeating Satan. ക്രിസ്തു തന്റെ ശരീരത്തിൽ നിന്ന് വിട്ട ഉടനെ അബ്രഹാമിന്റെ മടിയിലേക്ക് സുവിശേഷ സന്ദേശവുമായിട്ട് മാനസാന്തരപ്പെട്ട ആ കള്ളനുമായിട്ട് പോകുകയായിരുന്നു. When Christ was apart from his body, he was going to the Abraham's bosom along with that repented thief on the cross. He was going there with the gospel. 3 ദിവസം അവിടെ കർത്താവ് യോഗം നടത്തുകയായിരുന്നു. 3 days the Lord was conducting the gospel meetings. 3-ാം നാൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. On the 3rd day he rose up again. 40 നാൾ കർത്താവ് ഭൂമിയിൽ സഞ്ചരിച്ചു. For 40 days the Lord journeyed in the earth. ഒലിവുമലയിൽ നിന്ന് കർത്താവ് സ്വർഗ്ഗത്തിലേക്ക് മടങ്ങിപ്പോയി. On the Mount of Olives he returned back to heaven. അവിടെ പിതാവിന്റെ വലഭാഗത്ത് താൻ പോയിരുന്നു. He went and sat at the right hand of the Father. സാധാരണ മനുഷ്യന് മനസ്സിലാക്കുവാൻ കഴിയാത്തൊരു കാര്യമാണ് യേശുവിന്റെ ജീവിതത്തിൽ ആ മരണത്തോടുള്ള ബന്ധത്തിൽ സംഭവിച്ചത്. For an ordinary person, how he cannot understand all these things which happened along with the death and crucifixion of our Lord Jesus. ഇതുപോലെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവർ, In the same way, for those who have accepted the Lord Jesus as their personal Savior, അവർ മരിക്കുകയാണെങ്കിൽ അവരുടെ ആത്മാവ് സ്വർഗീയ പരദീസയിലേക്ക് പോകും. if they die, their soul will go to the heavenly paradise. കർത്താവ് വരുമ്പോൾ അവർ ഉയർത്തെഴുന്നേൽക്കും. When the Lord comes, they will resurrect. അവർക്ക് കിരീടങ്ങളും സിംഹാസനങ്ങളും അധികാരങ്ങളും ഭരണങ്ങളും കർത്താവ് കൊടുക്കും. There will be crowns and thrones and authorities granted to them. അവിടെ ന്യായാധിപ സംഘത്തിൽ, കർത്താവിന്റെ ജൂറി സംഘത്തിൽ വിശുദ്ധന്മാരും ന്യായാധിപന്മാരായ സിംഹാസനത്തിൽ ഇരിക്കും. In the jurisdiction, the holy saints will be as judges along with them. ഇങ്ങനെ നിത്യതയിൽ അനവധി പരിപാടികൾ ഉണ്ട്. In the eternity, there are different kinds of schemes the Lord has kept. ആ ചിന്തയിൽ കർത്താവ് പറയുകയാണ്, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടി എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. In that thought is what the Lord is saying to him who overcomes. I will give him the throne to sit along with me. ഒരിക്കൽ അപ്പോസ്തലന്മാർ കർത്താവിനോട് ചോദിച്ചു, Once the apostles asked the Lord Jesus one question. കർത്താവേ, എല്ലാം വിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? We have left everything and we have followed you. What will we receive? ഏത് സിംഹാസനമാണ് നീ ഞങ്ങൾക്ക് നൽകാൻ പോകുന്നത്? What throne are you going to give to us? നമ്മൾ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 27 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. We come to Matthew chapter 16 verse 27 onwards. പത്രോസ് യേശുവിനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. Peter asked the Lord Jesus, we have left everything and we have followed you. What will we receive? 28-ാം വാക്യം യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ സിംഹാസനത്തിൽ, മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. In verse 28, for those who have followed me will receive the thrones, with 12 thrones will be there for the 12 disciples, and you will along reign with me. ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ മഹത്വത്തിൽ വരുമ്പോൾ നിങ്ങൾ 12 സിംഹാസനങ്ങളിൽ ഇരിക്കും. When I come in my glory, you will sit along with me in the 12 thrones. കേരള ക്രൈസ്തവ സമൂഹത്തില് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു കേസുണ്ട്. There is a case which is there in Kerala for a long time. സുപ്രീം കോടതിയുടെ വിധിയും അതിനെതിരായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. The law from the Supreme Court and everything that is against it has been going on for a long time. അതിന്റെ പ്രധാന കാര്യങ്ങൾ സിംഹാസനവുമായി ഉള്ള ബന്ധത്തിലാണ്. The main subjects of it is on the related subjects of the thrones.
പത്രോസിന്റെ സിംഹാസനമാണ് ശരിയായ സിംഹാസനം. They say that the Peter's throne is the right throne. തോമസിന്റെ സിംഹാസനം, തോമസിന് അങ്ങനെ സിംഹാസനം ഇല്ല. Another person, they say that Thomas doesn't have a throne itself. അതുകൊണ്ട് യഥാർത്ഥ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് പത്രോസിന്റെ സിംഹാസനത്തിൽ തുടങ്ങി ഇങ്ങനെ ഇടമുറിയാതെ ആദ്യ സിംഹാസനത്തിൽ നിന്ന് ഇരിക്കുന്നവരുടെ സഭയാണ് എന്നുള്ളതാണ്. Therefore, from Peter's line, without any disturbance, the throne has been continuing even to our fathers. ഏതായാലും നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിമാരും നരിമാരും ഒക്കെ ഈ സിംഹാസനത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ അവർക്ക് അവസരം കിട്ടി. So the Supreme Court judges and those lawyers who were fighting the case could understand our traditions. അവരൊക്കെ ഉള്ളിൽ ചിരിക്കുന്നുണ്ടാവും എന്നാണ് എൻ്റെ ധാരണ. I perceive that they may be laughing inwardly. കാരണം പത്രോസിന് ഒരു സിംഹാസനം പോയിട്ട് ഒരു കൊരണ്ടി പലക പോലും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്നില്ല. For Peter, not even just a throne, even he didn't have a stool to sit upon in his days. ആ പാവപ്പെട്ട പത്രോസിന്റെ സിംഹാസനത്തിന്റെ പേരിൽ നടത്തുന്ന അടിപിടിക്ക് ലജ്ജയില്ലേ എന്ന് ചിലപ്പോഴൊക്കെ തോന്നിപ്പോകും. That poor Peter's name, the thrones which they are fighting for, we would wonder whether they don't have any shame about it. വേദപുസ്തകവുമായിട്ട് ഇതിന് വല്ല ബന്ധമുണ്ടോ? ചരിത്രവുമായിട്ട് ഇതിന് വല്ല ബന്ധവുമുണ്ടോ? ഉള്ള ചരിത്രമല്ല കള്ള ചരിത്രങ്ങളല്ലേ എന്ന് ഇനി എന്നാണ് ക്രൈസ്തവർ പഠിക്കുന്നത്? That whatever they are fighting for, is it written in the Bible or any history, or any is it any relation with the current history? When will this community learn about it? നോക്കുക, അപ്പോസ്തലന്മാർ പറയുന്നത് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് നോക്കുക. Listen to what the apostles say and written in the Bible. ഏതായാലും ബൈബിളിനെതിരായിട്ടുള്ള ഒരു പാരമ്പര്യവും ചരിത്രവും ഒരു ക്രൈസ്തവൻ അംഗീകരിക്കാൻ ഒക്കുകയല്ലല്ലോ. Anyway, the things which is against the Bible and against the traditions of the apostles, Christian cannot accept it. ബൈബിളിന് പുറത്ത് പാരമ്പര്യ കഥകളും ഒക്കെ ഉണ്ടായിരിക്കും, എടുത്തുകൊള്ളൂ. പക്ഷെ അത് ബൈബിളിന് എതിരാകരുതല്ലോ. But whatever traditions outside, it may be accepted, but it should not be against the word of God. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. In 1 Corinthians chapter 4 verse 11, it says, ഇത് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. Paul is saying like this: ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. Even unto this present hour we both hunger and thirst and are naked and are buffeted and have no certain dwelling place. പ്രിയപ്പെട്ടവരെ, ഈ അപ്പോസ്തലന്മാർക്കൊന്നും ഒരു സ്ഥിരവാസം ഉണ്ടായിരുന്നില്ല. Dear friends, these apostles did not have even a place to stay. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം വായിക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ തന്നെ ഒരു തോൽക്കൊല്ലന്റെ വീട്ടിൽ താമസിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. When we read the book of Acts chapter 10, Apostle Peter was in the house of Simon the Tanner. അവർക്കൊന്നും സ്ഥിരവാസം ഉണ്ടായിരുന്നില്ല. They didn't have any permanent dwelling places. അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ വസ്ത്രധാരണ ഉണ്ടായിരുന്നില്ല. They didn't have any clothes which they were wearing which was different from others. അവർക്കൊന്നും പ്രത്യേക കിരീടങ്ങളോ പിടിക്കാൻ വടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. They didn't have any special crowns or any sticks to hold on to. ഇന്ന് കാണുന്നതൊന്നും അപ്പോസ്തോലിക പാരമ്പര്യവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. Whatever we are seeing today is nothing related to the apostolic traditions. ഇവിടെ ശ്രദ്ധിക്കുക, മത്തായി 19-ൽ പത്രോസ് ചോദിക്കുകയാണ്, ഞങ്ങളെല്ലാം വിട്ടു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? Look carefully in Matthew chapter 19, Peter is asking that all these things we have left, what will we receive? കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് 12 സിംഹാസനം കിട്ടും. The Lord said that you will receive 12 thrones. അതെപ്പോഴാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. It is written when it will be. തന്റെ കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത്, when the Lord shall appear in his glory. അതാരെ ഭരിക്കാനാണെന്നും കർത്താവ് പറയുന്നുണ്ട്. And here the Lord is saying who will be judging on those 12 thrones. ഇസ്രായേൽ ഗോത്രങ്ങളെ ഭരിക്കേണ്ടതിന്, ന്യായം വിധിക്കേണ്ടതിനാണ് അവർ സിംഹാസനങ്ങളിൽ ഇരിക്കാൻ പോകുന്നത്. It is to judge the 12 tribes of Israel is what they are going to sit upon the 12 thrones. അതുകൊണ്ട് ക്രൈസ്തവ നേതാക്കന്മാരെ, ഈ ഗോപാലകൃഷ്ണൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. പത്രോസിന് സിംഹാസനം ഉണ്ടായിരുന്നില്ല, പൗലോസിന് സിംഹാസനം ഉണ്ടായിരുന്നില്ല, തോമസിന് സിംഹാസനം ഉണ്ടായിരുന്നില്ല. ഇവർക്ക് ദൈവം സിംഹാസനം കൊടുക്കും. So
Christian leaders listen to what this Gopala Krishna wants to say, that Peter or Thomas or none of them had thrones. The Lord is going to give them a throne. ഇവർക്കുണ്ടായിരുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലോ യഥാർത്ഥ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിലോ ആർക്കും തെളിയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. No one can prove or will be able to prove that they had these thrones on the basis of the Bible or on their apostolic traditions. പിന്നെ കള്ളക്കഥകളും പാരമ്പര്യവും ഒക്കെ ആർക്കും ഉണ്ടാക്കാനോ? Then any fairy tales and any traditions people can create. ഇവിടെ കർത്താവ് പറയുകയാണ്, ജയിക്കുന്നവർക്ക് ഞാൻ എന്നോടുകൂടി ഇരിപ്പാൻ, സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകാം. Here the Lord is saying that to him who overcomes, I will give him the grace to sit along with me in the throne. ആ ജയത്തെ കുറിച്ച് കർത്താവ് ഒരു താരതമ്യ പഠനം ഇവിടെ നടത്തുന്നുണ്ട്. About this overcoming, the Lord is giving a parallel study. ഞാൻ ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ. In the same way that I overcame and sat with my father in the throne. അവൻ ജയിക്കുന്നത് എങ്ങനെയാണെന്ന്, ജയിക്കുന്നതിന്റെ മാനദണ്ഡം എന്താണെന്ന് കർത്താവ് പറയുകയാണ്. Jesus is saying how he has overcome and what is the example he is showing. ഞാൻ ജയിച്ച എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ ജയിച്ചാൽ എന്റെ സിംഹാസനത്തിൽ ഇരിക്കും. How I overcame and sat with my father in the throne, if you overcome, you will also sit along with me. എന്തായിരുന്നു യേശുവിന്റെ ജയം? What was the victory of Jesus? യേശു ഏതെങ്കിലും ക്രിക്കറ്റ് കളിച്ച് ജയിച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Did you hear anything that Jesus played cricket and won the match? യേശു ഏതെങ്കിലും ഫുട്ബോൾ കളിക്കുകയോ അങ്ങനെ വല്ലതും ജയിച്ചതായിട്ട് കണ്ടിട്ടുണ്ടോ? Have you seen that Jesus went to a football match and won that game? മാനുഷികമായി നോക്കിയാൽ എന്ത് ജയമാണ് യേശുവിൽ നമ്മൾ കാണുന്നത്? Humanly, if we perceive what victory that we see in Jesus. പുൽക്കുടിലിൽ കിടക്കുന്ന യേശു ജയിച്ച യേശുവാണോ? The one who was lying in the manger, is it the one? It's a victorious Jesus. വിശന്നും ദാഹിക്കുന്ന യേശു ജയിച്ച യേശുവാണോ? Is it the Jesus who is hungry and thirsty? Is it the one who has got the victory? ആൾക്കാർ തുപ്പുകയും തല്ലുകയും അറസ്റ്റ് ചെയ്യുകയും ക്രൂശിക്കുകയും ചെയ്ത യേശുവാണോ ജയിച്ച യേശു? The one who was spit upon, was beaten and who was crucified, is it the one who was victorious? അതായിരുന്നു ജയം. That was the victory. അതായിരുന്നു ജയം. That was the victory. എത്രയോ രാജകൊട്ടാരങ്ങളിൽ സ്വർണമെത്തകളിൽ പിറന്നു വീണവരുടെ ചരിത്രം എത്ര ചുരുക്കമാണെന്ന്. How many people who are born in palaces, in royal places, their history is so short. എല്ലാവരും തന്നെത്താൻ ഉയർത്താൻ ആഗ്രഹിച്ചപ്പോൾ യേശു തന്നെത്താൻ ത്യജിച്ച് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ താണലോകത്തിലേക്ക് വന്നു. അതൊരു വലിയ ജയമായിരുന്നു. Everyone, when they wanted to lift themselves up, Jesus did not take it as the equal to be with God. He humbled himself, came in form of a man. കൊന്നും കൊലവിളിച്ചും ജയാളികളായവരുടെ മധ്യത്തിൽ ആരെയും കൊല്ലാൻ ഉപദേശിക്കാതെ മാനവലോകത്തിനു വേണ്ടി മരിച്ച് യേശു ജയാളിയാകുകയായിരുന്നു. Even in the midst of people who were killing and they were trying to kill others and get the victory, he did not kill anyone. He was preached against the killing. He died for the salvation of the whole mankind and became a victorious one. എല്ലാ ദുഷ്ടതയുടെയും പിന്നിലുള്ള സാത്താനെ യേശു പരാജയപ്പെടുത്തുകയായിരുന്നു. Behind all evil, the Satan was there. The Lord was getting the victory over him. സാത്താന്റെ മേൽ ജയമെടുക്കുകയായിരുന്നു. He gained the victory over Satan. മരണത്തിന്റെ മേൽ ജയമെടുക്കുകയായിരുന്നു. He gained the victory over death. പാപത്തിന്റെ മേൽ ജയമെടുക്കുകയായിരുന്നു. He gained the victory over sin. ശാപത്തിന്റെ മേൽ ജയമെടുക്കുകയായിരുന്നു. He gained the victory over every curse. സാത്താൻ യേശുവിന്റെ അടുക്കൽ വന്ന് 3 പരീക്ഷണങ്ങൾ വയ്ക്കുന്നുണ്ട്. Satan is bringing 3 temptations to the Lord Jesus. മത്തായിയുടെ സുവിശേഷം 4 നമ്മൾ ഇത് വായിക്കുന്നു. We read in the chapter 4 of Matthew. ഈ കല്ല് അപ്പമായി തീരുക കൽപ്പിക്കുക. He is saying you would command the stones to be made bread. വിശക്കുന്ന യേശുവിനോടാണ് സാത്താൻ ഈ ഉപദേശം പറയുന്നത്. Satan is giving this advice to a hungry Jesus. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനം കൊണ്ടും ജീവിക്കുന്നു. Jesus answered, man shall not live by bread alone but by every word that proceeded out of the mouth of God. അവിടെ യേശു തിന്മാൻ രുചിയുള്ള
ആ കാര്യത്തെ ജയിക്കുകയാണ്. Here the Lord is overcoming the thing that was very precious taste to eat. രണ്ടാമത് സാത്താൻ പറഞ്ഞു, ഈ ലോകത്തിന്റെ മഹത്വം മുഴുവൻ കാണിച്ചിട്ട് പറഞ്ഞു, തരാം, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ. Then Satan showed all the glory of this world and he said, I will give this to you if you bow down to me. യേശു പറഞ്ഞു, എനിക്ക് ഈ ലോകത്തിന്റെ മഹത്വം വേണ്ട. Jesus said, I don't want the glory of this world. ആരാധനയുടെ കാര്യത്തിൽ താൻ ജയിക്കുകയായിരുന്നു അവിടെ. He was gaining the victory in the terms of worship. മൂന്നാമതായി യേശുവിനെ ആ പിനക്കിൾ ഓഫ് ടെമ്പിൾ, ആ ആലയത്തിന്റെ ആ ഗോപുരത്തിൽ കൊണ്ടുപോയി നിർത്തി. Third thing, he took the Lord Jesus at the pinnacle of the temple. ചാടാൻ പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ദൂതന്മാർ നിന്നെ കൈകൊണ്ട് താങ്ങുമെന്ന് പറഞ്ഞു. He tempted him to jump because you are the son of God. The angels will come in charge to protect you. യേശു പറഞ്ഞു, ദൈവത്തെ പരീക്ഷിക്കാൻ ഞാനില്ല. Jesus said, I am not the one to test the Lord. അങ്ങനെ ഞാൻ ദൈവകുമാരനാണെന്ന് നിന്റെ മുമ്പിൽ തെളിയിക്കേണ്ട ആവശ്യവുമില്ല. And there's no use for me to prove myself as the son of God in front of you. അതൊരു വലിയ സെൽഫ് ഡിനയൽ ആയിരുന്നു. That was a great form of self-denial. സമസ്ത മേഖലകളിലും യേശു ജയിക്കുകയാണ്. In all realms, the Lord won the victory. കോപത്തിന്റെ മേലുള്ള ജയം, He won the victory over anger. പണത്തിന്റെ മേലുള്ള ജയം, He won the victory over money. വിശപ്പിന്റെ മേലുള്ള ജയം, He had the victory over the hunger. പാപത്തിന്റെ മേലുള്ള ജയം. The victory over sin. യേശു ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ ആർക്കെങ്കിലും എന്റെ പാപത്തെ ചൂണ്ടിക്കാണിക്കാമോ എന്ന്. The Lord is challenging them. Can any of you among you can show what sin I have done? മരണത്തെ അതിജീവിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു ജയം. Because He is the one who overcame the death, the one who resurrection, that victory. അപ്പോൾ നമ്മുടെ ജയം എന്ന് പറഞ്ഞാൽ എന്താണ്? So what it means, it's the victory that we have in our life. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളുടെ മേലും ഒരു ജയം ഉണ്ടാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. The victory that we need to get is the place where the Lord is not pleased with. We have to have the victory in that realms. നുണ പറയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അതിന്റെ മേലൊരു ജയം. If you have a habit to speak lies, a victory over that. കോപിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അതിന്റെ മേലുള്ള ഒരു ജയം. If you have a habit to get angry, to have a victory over that. മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാത്ത ഒരു ബലഹീനത നമുക്കുണ്ടെങ്കിൽ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്ന ഒരു ജയം. To please others, we do not want to obey the command of the Lord. To obey the command of the Lord, the victory we need to get in that realm. ആരാധനയിൽ ഒരു ജയം, The victory in worship, പ്രാർത്ഥനയിൽ ഒരു ജയം, the victory in prayer, കർത്താവിന്റെ വേല ചെയ്യുന്നതിൽ ഒരു ജയം, the victory in doing the Lord's work, കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കുന്നതിൽ ഒരു ജയം, the victory in giving to the Lord's work. സമസ്ത മേഖലകളിലും എവിടെല്ലാം നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം നമ്മൾ ജയിച്ചു വരണം. In every realm, wherever we have been defeated, we have to have an overcoming life. നമ്മൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന വചനപ്രകാരം അതിനെ ശോധന ചെയ്യണം. Along with the word of God, we have to examine ourselves. Have we gained the victory or not? നാം പ്രാർത്ഥിക്കുന്ന ആളായിരിക്കാം, പക്ഷേ വചനപ്രകാരമാണോ പ്രാർത്ഥിക്കുന്നത് നോക്കണം. We may be a praying person, but we need to examine ourselves. Are we praying according to the word of God? നാം ആരാധിക്കുന്ന ആളായിരിക്കും, പക്ഷേ വചനപ്രകാരമാണോ നമ്മൾ ആരാധിക്കുന്നത് നമ്മൾ നോക്കണം. We may be a worshiper, but are we worshiping according to the word of God? നമ്മൾ കർത്താവിന്റെ വേല ചെയ്യുന്നവരായിരിക്കും, പക്ഷേ കർത്താവിന്റെ വചനപ്രകാരമാണോ നമ്മൾ വേല ചെയ്യുന്നത് നോക്കണം. We have to examine ourselves. We may be doing the Lord's work, but are we doing according to the word of God? അങ്ങനെയായി നമുക്ക് ജയിക്കാൻ ഒക്കും. Like that only we can gain victory in all the എല്ലാ realms. പ്രവർത്തനങ്ങളും ജയത്തിലേക്ക് എത്തിക്കുകയില്ല. Every work will not lead us to victory. നമുക്കറിയാം, ഒളിമ്പിക്സിലും ഏഷ്യാഡിലും ഒക്കെ ഓടി മെഡൽ നേടിയവരെ നമുക്കറിയാം. We know in Olympics and Asiad people who won the medals. അവർക്ക് തന്നെയും അവരുടെ രാജ്യത്തിനും അവരുടെ കോച്ചിനും അവരുടെ സ്റ്റേറ്റിനും അവരുടെ കുടുംബത്തിനും ഒക്കെ അഭിമാനം ഉണ്ടാക്കുകയാണ്. They for themselves, for their state, for their coach, they were a great source of proud. എന്നാൽ അവരിൽ ചിലരെങ്കിലും പിന്നീട് തോറ്റവരായി പ്രഖ്യാപിക്കപ്പെടുകയും അവരുടെ കിരീടങ്ങൾ, അവരുടെ ട്രോഫികൾ തിരിച്ചെടുക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. We have seen that in some of them where their trophies and the medals they are given have been withdrawn and they have accepted the defeat. കാരണം അവരെ ശരിയായിട്ട് എക്സാം ചെയ്തപ്പോൾ ചിലര് ഉത്തേജക മരുന്ന് ഉപയോഗിച്ചു എന്ന് തെളിയിക്കപ്പെട്ടു.
because when they were examined thoroughly, they were found that they had used some certain stimulating drugs for their purpose. അല്ലെങ്കിൽ ചില നിയമങ്ങൾ, ചില ട്രാക്ക് തെറ്റിച്ചു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. There were some foul plays, some track they had gone out, and these things are pointed out, and their victories are withdrawn. ആകയാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും വചനം കൊണ്ട് നമ്മളൊന്ന് അളക്കണം. Therefore, in between, all our work should be measured along with the word of God. നമ്മുടെ എല്ലാ മാതൃകയും ഈ ദൈവത്തിന്റെ വചനമായിരിക്കണം. All our examples and models should be from the word of God. ഇത് വെച്ചാണ് കർത്താവ് അളക്കുന്നത്. With this word of God is what the Lord measures us. ആകയാൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഈ വചനപ്രകാരമാണോ എന്ന് നമുക്ക് നോക്കണം. Therefore, all our works we need to examine, is it along with the word of God? നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ബൈബിൾ 6 റാങ്കുകളിൽ പെടുത്തിയിട്ടുണ്ട്. All our works are in 6 categories the Lord has said. അത് നമ്മൾ കൊരിന്ത്യർ ലേഖനം 3:10 മുതൽ വായിക്കുന്നുണ്ട്. Read in 1 Corinthians chapter 3 verse 10 onwards. അത് പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ, ഈ നിലയിലാണ് ആ ഉപമാനം. Those things in 3 verse 12, it's gold, silver, precious stones, wood, hay and stubble. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ട കാലം മുതൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും സ്വർഗം നോക്കുകയാണ്. So all the works that we have done from the day that we were born again, the heaven is watching. മനുഷ്യർ എന്നെ നോക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്നു, ഞാൻ വേല ചെയ്യുന്നു, ഇത് മാത്രമേ മനുഷ്യർക്ക് അറിയത്തുള്ളൂ. When human beings see me, I am preaching, I am teaching and doing the Lord's work, this is all they understand. അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ആരാധിക്കുന്നു, ഞാൻ ദൈവവേലയ്ക്ക് കൊടുക്കുന്നു, ഇത് മാത്രമാണ് മനുഷ്യർക്ക് അറിയാവുന്നത്. Otherwise I am praying, I am worshiping God, I am giving to the Lord's work. അതെല്ലാം ശരി തന്നെ. This all people understand, it is right. പക്ഷെ ദൈവം ഇതിനെ വചനപ്രകാരമാണ് വിലയിരുത്തുന്നത്. But the Lord will measure according to the standards of the word of God. ഞാൻ വചനപ്രകാരമാണോ പ്രാർത്ഥിച്ചത്? Did I pray according to the word of God? ഞാൻ വചനപ്രകാരമാണോ ആരാധിച്ചത്? Did I worship according to the word of God? ഞാൻ വചനപ്രകാരമാണോ പഠിപ്പിച്ചത്? Did I teach according to the word of God? ഞാൻ വചനപ്രകാരമാണോ ജീവിച്ചത്? Did I live according to the word of God? എന്നിട്ട് ഇതിനെ 6 റാങ്കിലേക്ക് പെടുത്തും. Then it will be in the 6 categories termed. ഫസ്റ്റ് റാങ്ക് സ്വർണമാണ്. First rank would be gold. സെക്കൻഡ് റാങ്ക് വെള്ളിയാണ്. Second rank silver. മൂന്നാമത്തെ റാങ്ക് എന്ന് പറയുന്നത് വിലയേറിയ കല്ലാണ്. Third rank is the precious stones. എനിക്കൊരു 3rd റാങ്ക് എങ്കിലും കിട്ടണമെന്നാണ് എന്റെ പ്രാർത്ഥന. My prayer is at least I will get the 3rd rank. ഫസ്റ്റ് റാങ്ക് കിട്ടുകയില്ലെന്നാണ് എന്റെ ചിന്ത. I think that I will not receive the first rank. കിട്ടുന്നതിന് വിരോധമൊന്നുമില്ല, പക്ഷെ കിട്ടണ്ടേ. I am not opposed to getting the first rank, but shouldn't I get it? അവിടെ മരമുണ്ട്, പുല്ലുണ്ട്, വൈക്കോലുണ്ട്. There we also see wood, hay and stubble. മരത്തിനായി പുല്ലിനേക്കാൾ വിലയുണ്ട്. Wood is more precious than this hay. പുല്ലിനേക്കാൾ വിലയുണ്ട് വൈക്കോലിന്. Hay is more precious than stubble. പക്ഷെ ഇത് മൂന്നും കത്തിപ്പോകും. But all these 3 will be burnt off. ഇത് മൂന്നും തോറ്റതാണ്. These 3 are already have failed. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ജയിക്കാൻ 50 മാർക്ക് വേണം എന്നിരിക്കട്ടെ. For example, for passing you need 50 marks. ഒരാൾക്ക് 2 മാർക്ക് കിട്ടിയുള്ളൂ. One person received only 2 marks. ഒരാൾക്ക് 49 മാർക്കും കിട്ടി. For one person he received 49 marks. ഈ 2 പേരിൽ മറ്റേവൻ മിടുക്കനാണെങ്കിലും രണ്ടും തോറ്റവരാണ്. If among these 2, one is more smarter than the other one, both are failed. ഇതുപോലെ നമ്മളെ കർത്താവൻ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഈ 6 റാങ്കിൽ പെടുത്തുന്നു. In the same way, our Lord, all our works are categorized into the 6 ranks. അതിൽ ഈ 3 കാര്യം മാത്രമേ ജയിക്കുന്നുള്ളൂ. Only these 3 items are winning. ആകയാൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വയം നമ്മൾ ശോധന ചെയ്യണം. Therefore, all our works and deeds, we need to examine ourselves. വീണ്ടും വായിക്കുക, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടി എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. Once again, we read in Revelation 3 that to him who overcomes, I will give him to sit down with my Father in his throne. ഞാൻ ജയിച്ച എന്റെ പിതാവിനോടുകൂടി അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെ തന്നെ. Even as I also overcame and I have sat down with my Father in his throne.
ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. He that hath an ear, let him hear what the Spirit saith unto the churches. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ സിംഹാസനങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല. Dear friends, the thrones in this world are not sustainable. പ്രൈം മിനിസ്റ്ററുടെ കസേര എല്ലാ ദിവസവും എല്ലാ വർഷവും ഒരു പാർട്ടിയുടെ ഒരു പ്രധാനമന്ത്രിക്ക് മാത്രം ഉണ്ടായിരിക്കണമെന്നില്ല. The prime minister's chair is position is not for every day and every year that it belongs to one party alone. മുഖ്യമന്ത്രിയുടെ ആ കസേര എല്ലാ പ്രാവശ്യവും ഒരാൾക്ക് തന്നെ ഇരിക്കുകയില്ല. The chair for the chief minister is not every time for one person. നിങ്ങൾക്കിപ്പോഴുള്ള അധികാരങ്ങളും നിങ്ങളുടേതായിട്ടുള്ള ഒരുപക്ഷെ നിങ്ങളുടെ ഡയറക്ടറിന്റെ ആ പൊസിഷൻ, ആ കസേരയും മരണം വരെയും ഇരിക്കണമെന്നില്ല. The authorities that you have, maybe your director's position, for it not that it is there unto his death. എല്ലാം മാറിപ്പോകാം. Everything can change. ഇവിടെ ഒന്നും നിലനിൽക്കുന്നില്ല. Nothing is sustainable. എത്രയോ രാജസിംഹാസനങ്ങൾ നമ്മൾ കാണുന്നു. We are seeing Lord of Kingdom thrones. എത്രയോ കിരീടങ്ങൾ നമ്മൾ കാണുന്നു. Lord of crowns we see. ഇതൊക്കെ ഒരു കാലങ്ങളിൽ തലയിൽ വെച്ചിരുന്ന ആ സിംഹാസനങ്ങളിൽ ഇരുന്ന രാജാക്കന്മാരുണ്ടായിരുന്നു. These crowns were worn upon by the kings in those days. അവരൊന്നും ഇന്നില്ല. But those kings do not exist today. നാം ഏത് വലിയ സിംഹാസനത്തിൽ ഇരുന്നാലും നാമും എന്നും ഇവിടെ ഉണ്ടായിരിക്കുകയില്ല. In whichever great throne that we are, we also will not be here always. കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച്, but if you accept the Lord Jesus as your personal Savior and Lord, സ്നാനപ്പെട്ട്, you have taken the baptism, അഭിഷേകം പ്രാപിച്ച്, received the anointing of the Holy Spirit, വേർപെട്ട് വിശുദ്ധിയോട് ജീവിക്കുകയും and living a separated life. ദൈവം നൽകുന്ന സമയങ്ങൾ കർത്താവിനെ ആരാധിച്ചു, the times that the Lord gives us to give him the worship, കർത്താവിനോട് പ്രാർത്ഥിച്ചു, submitting our prayers to God, കർത്താവിന്റെ വേല ചെയ്തു, doing the Lord's work, കർത്താവിന്റെ വേലയ്ക്കായി കൊടുത്തും, giving to the Lord's work, മറ്റുള്ളവരെ സഹായിച്ചു, to help the others. നമ്മുടെ ജീവിതകാലം നമുക്ക് കഴിക്കുവാൻ സാധിക്കുമെങ്കിൽ when we spend our lifetime in those things, നാമും മരിക്കും. we will also go through death. പക്ഷേ നമ്മുടെ പ്രവർത്തനങ്ങൾ നിത്യതയിൽ പ്രതിഫലങ്ങളായി സിംഹാസനങ്ങളായി കിടക്കും. But our works and our deeds will be our eternal rewards in those thrones. നാം മരിച്ചുപോയതിനു ശേഷമാണ് കർത്താവ് വരുന്നെങ്കിൽ കർത്താവ് നമ്മളെ ഉയർപ്പിക്കും. If the Lord comes after the time that we die, he will resurrect us. നാം ജീവനോടിരിക്കുന്ന കാലത്താണ് കർത്താവ് വരുന്നെങ്കിൽ നമ്മളെ രൂപാന്തരപ്പെടുത്തും. If he comes in the days that we are living, he will transform us. നമ്മളെ കർത്താവ് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകും. Our Lord will take us to heaven. അവിടെ നമ്മളെ ദാസന്മാരായിട്ട് തന്റെ പാദപീഠത്തിൽ ഇരുത്തുകയല്ല ചെയ്യുന്നത്. He will not just keep us as his servants at his footstool. അവിടെ സിംഹാസനത്തിൽ നമ്മെ അവനോടൊപ്പം ഇരുത്തും. He will sit us along with him in his throne. പക്ഷെ നാം അവിടെ ഒരു പക്ഷെ ഇരുന്നെന്ന് വരികയില്ല. നാം കിരീടങ്ങൾ ആ പാദപീഠത്തിൽ വെച്ച് ആ സിംഹാസനത്തിൽ നിറങ്ങി കർത്താവിനെ ആരാധിക്കും. It will be that we will not be sitting on those thrones. We will bow down with all our crowns at the feet of the Lord and worshiping him. അത് മറ്റൊരു കാര്യം. That is another realm. കർത്താവ് നമുക്ക് നൽകുന്ന സിംഹാസനങ്ങളായിരിക്കും. But the Lord will grant us thrones. അതൊരിക്കലും മാറിപ്പോകുകയില്ല. And it will never be changed. അതൊരിക്കലും മാറ്റം വരികയില്ല. There will be no change in that. അതെന്നും എന്നും ആയിരിക്കും. It will be forever and ever. ആ വാക്യം അവസാനിക്കും. നിങ്ങൾ കേട്ടോ? We saw how that verse ended. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. He that hath an ear, let him hear what the Spirit says to the ചെവിയുള്ളവൻ കേൾക്കട്ടെ. The one who has ear, let him. എല്ലാവർക്കും ചെവിയുണ്ട്. എനിക്കും ചെവിയുണ്ട്, നിങ്ങൾക്കും ചെവിയുണ്ട്. Everyone has ears. I have, you have. പക്ഷെ ആത്മാവിന്റെ ചെവിയുള്ളവൻ കേൾക്കട്ടെ. But the one who hears the voice of the Spirit, let him hear. നമ്മുടെ കാഴ്ചപ്പാട് ആ നിത്യതയ്ക്ക് വേണ്ടി ആയിരിക്കട്ടെ. Let our vision be for that eternal home. നമ്മുടെ ഓട്ടം ആ സിംഹാസനത്തിന് വേണ്ടി ആയിരിക്കട്ടെ. Let our race be for that throne. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ജയിക്കാൻ വേണ്ടി ആയിരിക്കട്ടെ. Let all our works and deeds be for that victory that Lord has promised us. ഈ 7 സഭകളിലൂടെയുള്ള ദൂതുകളും നമ്മളോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ. These messages to the 7 churches, may the Lord keep on speaking to us. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. May the Lord bless each one of you richly. ദൈവം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച മുതൽ നമ്മൾ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം വളരെ ആഴവും വളരെ പ്രതീക്ഷ നൽകുന്നതുമായിട്ടുള്ള
വെളിപ്പാട് പുസ്തകത്തിലെ ആഴമേറിയ കാര്യങ്ങളിലേക്ക് പോകുവാനാണ് കർത്താവിൽ നമ്മൾ ശരണപ്പെടുന്നത്. God willing, we would be going deeper into the book of Revelation from chapter 4 and the Lord of mysteries that is hidden in there, and may the Lord give us the grace to go through it in a very deep manner. കഴിയുമെങ്കിൽ നിങ്ങൾ 4-ാം അധ്യായം വായിച്ചിട്ട് വേണം വരുവാനായിട്ട്. If it is possible with you, please read the chapter 4 when you come for the next week. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. May the Lord bless each one of you richly. Thank you. Thank you, dear pastor. Thank you so much. Praise God for the wonderful way that the Lord has spoken to each one of us. He has helped us to learn wonderful truths from the word of God in the books in the chapters 1, 2 and 3, and the Lord has spoken to each one of us. Shall we submit our lives to the hands of God and say that he alone will lead us in victory in every step that we take. We would be remembering the message that the Lord has spoken to these churches, and he will help us to live for him and help us to go, and request all of you to read chapter 4 and come in the next week. Shall we conclude it with the prayer? I want to invite my dad to lead us in prayer, Reverend Justin John. Praise the Lord. Let us pray. Most loving and living Heavenly Father, what a joy to come together and learn your word of God. Lord, you have been speaking to all of us first 3 chapters of Revelation. Let us examine thrones which is kept for us in your presence. Lord, let us prepare ourselves, and the worldly thrones will be thrown up, but the heavenly throne is waiting for us. Let us do the things which are all pleasing God, and live a holy life pleasing thee, and testifying you in and through all our activities. Lord, along with our holy life, let us evangelize and tell the gospel, good news to the perishing souls whom we are coming across and around our lives, oh Father. Thank you for the speaker, thank you for the translator, thank you for all the participants. Let us examine ourselves and prepare ourselves to meet thee, O Father. Lord, bless all the families of the participants, and in the coming week let us prepare for 4th chapter of the Revelation and